ചില ക്രിസ്മസ് ചിന്തകൾ. 4. യേശുവിൻ്റെ മാതാപിതാക്കൾ. ചരിത്രത്തിൽ യേശു ക്രിസ്തുവിനോളം തെറ്റിദ്ധരിക്കപ്പെട്ട വേറൊരു വ്യക്തിയില്ല. ഇതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ദൈവത്വവും മനുഷ്യത്വവും ഒരേ വ്യക്തിയിൽ സംയോജിച്ചിരിക്കുമ്പോൾ സാധാരണ മനുഷ്യബുദ്ധിക്കതീതമായ ആ സത്യം ഗ്രഹിക്കുക എളുപ്പമല്ല. യേശുക്രിസ്തുവിനെ പൂർണ്ണമായി മനസ്സിലാക്കുക മനുഷ്യന് അസാധ്യമാണ്. ഈ സത്യം അംഗീകരിക്കാതെ യേശുക്രിസ്തുവിനെ പറ്റി എന്തു പറഞ്ഞാലും അത് അപൂർണവും അയഥാർത്ഥവുമായിരിക്കും. യേശുവിനെയോ യേശുവിൻ്റെ മാതാപിതാക്കളെയോ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെയോ മനസ്സിലാക്കാനും വിലയിരുത്താനും തുനിയുന്നതിന് മുമ്പ് ഈ സത്യം അംഗീകരിച്ചേ പറ്റൂ. സ്ഥിരം ചാനൽ ചർച്ചക്കാരുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ വ്യക്തിത്വത്തെ അപഗ്രഥിക്കാൻ ഇറങ്ങുന്നത് വിവേകരഹിതമായ ദുസ്സാഹസമാണ്. യേശു എല്ലാ മനുഷ്യരെയും പാപബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത പരമപരിശുദ്ധനായ ദൈവപുത്രനാണ്. പാപമൊഴികെ എല്ലാത്തിലും അവിടുന്ന് മറ്റു മനുഷ്യരെ പോലെയായിരുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ അടിമയാണ്, ബന്ധിതനാണ്. യേശു പാപിയായിരുന്നെങ്കിൽ പാപികളെ രക്ഷിക്കാൻ അയോഗ്യനാകുമായിരുന്നു. ഇവിടെയാണ് യേശുവിൻ്റെ മാതാപിതാക്കളുടെ പ്രാധാന്യം. ആദ്യ മനുഷ്യനായ ആദത്തിലൂടെ മാനവകുലത്തിൽ പ്രവേശിച്ചു. അത് പിതാക്കന്മാരിൽ നിന്ന് മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. സുവിശേഷകനായ മത്തായി യേശുവിൻ്റെ വംശാവലി പരിചയപ്പെടുത്തുമ്പോൾ പെട്ടെന്നൊരു ട്വിസ്റ്റ് കാണിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 1:16 നാം ഇങ്ങനെ വായിക്കുന്നു: യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ജോസഫിൽ നിന്ന് യേശു ജനിച്ചെന്ന് മത്തായി രേഖപ്പെടുത്തുന്നില്ല. ലൂക്കാ സുവിശേഷന്റെ വംശാവലി വിവരണം ജോസഫിൽ ആരംഭിച്ച് മുകളിലോട്ട് ആദം വരെ എത്തുമ്പോൾ മത്തായിയുടെ വിവരണത്തിൽ അത് അബ്രാഹത്തിൽ ആരംഭിച്ച് ജോസഫിൽ വന്ന് നിൽക്കുന്നു. ആദത്തിൽ നിന്ന് വരുന്ന പാപത്തിൻ്റെ ചങ്ങല അബ്രാഹത്തെയും കടന്ന് ജോസഫിൽ എത്തുമ്പോൾ അത് പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നു. ഇവിടെയാണ് ട്വിസ്റ്റ്. വംശാവലി പിതാവിൽ നിന്ന് വഴിമാറി മാതാവിലേക്ക് തിരിയുന്നു. യേശു ജനിക്കുന്നത് ജോസഫിൽ നിന്നല്ല, മറിയത്തിൽ നിന്നാണ്. യേശുവിന് മനുഷ്യ പിതാവില്ല, മാതാവ് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിക്കും? ഇതാദ്യം ചോദിച്ചത് മറിയം തന്നെയാണ്. ഈ ചോദ്യം തന്നെയാണ് ക്രിസ്മസ് കാലത്ത് പള്ളിയിൽ തള്ളിക്കയറി ചെന്ന് ഒരു ഹിന്ദുത്വവാദി ഗൈനക്കോളജി പ്രശ്നമായി പാസ്റ്ററിനോട് ചോദിച്ചത്. മറിയത്തിന് മാലാഖയിൽ നിന്ന് തൃപ്തികരമായ ഉത്തരം കിട്ടി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കായുടെ സുവിശേഷത്തിൽ അധ്യായം 1:35 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉത്തരത്തിൻ്റെ അർത്ഥവ്യാപ്തി ഹിന്ദുത്വ മുസ്ലിം ഭീകരവാദികൾക്കോ യുക്തിവാദി നാസ്തികൾക്കോ മനസ്സിലാവില്ല. കാരണം ക്രൈസ്തവ ദർശനമോ ക്രിസ്തു രഹസ്യമോ അവർക്കറിയില്ല. അതിനാൽ തന്നെ ഇക്കൂട്ടർ യേശുവിനെ ജാരസന്തതിയെന്നും മറിയത്തെ വേശ്യയെന്നും വിളിച്ച് സന്തോഷിക്കുന്നു. ഇവർ സത്യാന്വേഷകരല്ല.
ദൈവത്തിൻ്റെ ശക്തിയോ പദ്ധതിയോ അറിയാനാകാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അപക്വമതികൾ മാത്രമാണ് ഇക്കൂട്ടർ. പരമപരിശുദ്ധൻ്റെ മാതാവ് എന്ന നിലയിൽ മറിയം പരിശുദ്ധയായിരിക്കണം. ദൈവസുതൻ്റെ അമ്മയാകാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് മറിയം. ആദത്തിൻ്റെ സന്തതികൾ ആദത്തിൻ്റെ പാപത്തിൻ്റെ ദുഷ്ഫലങ്ങളും പേറിക്കൊണ്ടാണ് ജനിക്കുന്നത്. പക്ഷേ ആദത്തിൻ്റെ സന്താനമാണെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലം മറിയം ജന്മപാപരഹിതയായി നിർമ്മലയായി ജനിച്ചു. യേശുവിൻ്റെ ശരീരം മറിയത്തിൽ നിന്ന് മാത്രമാണ്. ജോസഫിനതിൽ ഒരു റോളുമില്ല. അത് പവിത്രമായിരിക്കണം. കാരണം അതാണ് പരമപരിശുദ്ധൻ്റെ ശരീരമായി തീരേണ്ടത്. ഈ പവിത്രമായ ശരീരമാണ് ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ദൈവപുത്രനായ യേശുവിൻ്റെ ശരീരമായി മാറിയത്. ജോസഫിനോട് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയം ചട്ടമനുസരിച്ച് 1 കൊല്ലത്തേക്ക് സ്വഭവനത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു. എങ്കിലും നിയമപരമായി അവൾ ജോസഫിൻ്റെ ഭാര്യയായിരുന്നു. ഈ കാലയളവിലാണ് താൻ ദൈവപുത്രൻ്റെ അമ്മയാകാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവളാണ് എന്ന സത്യം സ്വർഗദൂതനിൽ നിന്ന് മറിയം അറിയുന്നത്. ജോസഫ് ഇതറിയുന്നില്ല. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ രഹസ്യം മറിയം ജോസഫിനോട് വെളിപ്പെടുത്തുന്നില്ല. നീതിമാനും നിഷ്കളങ്കനുമായ ജോസഫിൽ ആ വെളിപ്പെടുത്തൽ ഉണ്ടാക്കാവുന്ന ആഘാതം അദ്ദേഹത്തിന് താങ്ങാവുന്നതിൽ കൂടുതലായിരിക്കാമെന്ന് അവൾ ഭയപ്പെട്ടു. ദൈവം ഉചിതമായ സമയത്ത് ജോസഫിനെ അറിയിക്കട്ടെ എന്നവൾ ആശിച്ചു, പ്രാർത്ഥിച്ചു. മറിയം ഭയപ്പെട്ടതുപോലെ തന്നെ താൻ അറിയാതെ തൻ്റെ ഭാര്യ ഗർഭിണി ആയിരിക്കുന്നെന്ന അറിവ് ജോസഫിനെ തളർത്തി. അവൾ പൂർവാധികം സുന്ദരിയും സുശീലയുമായി കാണപ്പെട്ടത് ജോസഫിനെ കുഴക്കി. അവൾ തെറ്റ് ചെയ്തെന്ന് സംശയിക്കാൻ പോലും അയാൾക്ക് കഴിയുമായിരുന്നില്ല. തൻ്റെ ഭാര്യ താനറിയാതെ ഗർഭിണിയാണെന്ന് മതാധികാരികളെ അറിയിച്ചാൽ മറിയം കല്ലെറിഞ്ഞ് വധിക്കപ്പെടും. ജോസഫിനത് അചിന്തനീയമായിരുന്നു. അതുകൊണ്ടാണ് മറിയത്തെ രഹസ്യത്തിൽ പരിത്യജിക്കാമെന്ന തീരുമാനത്തിലേക്ക് ജോസഫ് നീങ്ങിയത്. അപ്പോൾ മറിയമല്ല, താനായിരിക്കും കുറ്റക്കാരൻ. മറിയത്തിനു വേണ്ടി അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായി. തകർന്ന ഹൃദയത്തെ ദൈവം നിരസിക്കില്ല. ആ മുഹൂർത്തത്തിൽ ദൈവം ഇടപെട്ടു. മറിയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാരഹസ്യത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച ജോസഫ് ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് മറിയത്തെ സ്വഭവനത്തിലേക്ക് ആനയിച്ചു. വേശ്യയെന്ന് മുദ്ര കുത്തപ്പെട്ട് വധിക്കപ്പെടാമായിരുന്ന മറിയത്തിന് നിയമപരമായ സംരക്ഷണവും സുരക്ഷിതത്വവും നൽകിക്കൊണ്ടും തൻ്റേതല്ലാത്തൊരു കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ടും ജോസഫ് തൻ്റെ അസാധാരണവും അമാനുഷികവുമായ നീതിബോധം പ്രാവർത്തികമാക്കി. പരിശുദ്ധയായ ഒരു കന്യക തൻ്റെ ഭാര്യയാണെന്നും സർവശക്തനും സർവപ്രതാപിയുമായ ദൈവം തൻ്റെ സംരക്ഷണത്തിൽ വളരുമെന്നും ഉള്ള ചിന്ത ആ ശുദ്ധമനസ്കനെ തൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ശ്രേഷ്ഠത ഗ്രഹിക്കാൻ സഹായിച്ചു. ദൈവിക പദ്ധതികളോടുള്ള പൂർണ്ണ സഹകരണം വഴി ദൈവത്തിന് സ്വന്തമായി തീർന്ന 2 ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളായിരുന്നു മറിയവും ജോസഫും. അവർ കളങ്കമില്ലാത്തവരും ദൈവേഷ്ടം മാത്രം അന്വേഷിക്കുന്നവരും ആയിരുന്നു. ലോകരക്ഷകനായ ദൈവസുതൻ്റെ ജനനവും ബാല്യകാലവും ഇവരുടെ സംരക്ഷണത്തിലായിരിക്കണമെന്നത് ദൈവിക നിശ്ചയമായിരുന്നു. ഈ ആധ്യാത്മിക രഹസ്യങ്ങളാണ് ക്രിസ്മസിനെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാക്കുന്നത്.
മുൻവിധികളും വർഗീയതയും വൈരാഗ്യവും നിറഞ്ഞ മനസ്സുകൾക്ക് ക്രിസ്മസിൻ്റെ സന്ദേശം ഗ്രഹിക്കാനോ അത് നൽകുന്ന സന്തോഷവും സമാധാനവും അനുഭവിക്കാനോ സാധിക്കില്ല.